വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ മൂന്നാമത്തെ വാർത്താ സമ്മേളനം ബീഹാറിലെ വോട്ടർമാരെ സ്വാധീനിച്ചോ എന്നത് ഇത്തവണ നിർണായകമാണ്. അതോ SIRന് ശേഷം വോട്ടർമാരുടെ എണ്ണത്തിൽ സംഭവിച്ച കുറവാണോ പോളിംഗ് ശതമാനം ഉയർത്തിയതെന്ന ചോദ്യവും അവശേഷിക്കുകയാണ്. എന്തായാലും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഇന്ത്യ സഖ്യം തുടക്കം മുതൽ ശ്രമിച്ചതാണ്. തേജസ്വി യാദവുമായി ചേർന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്ര ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചിരുന്നു. 2 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 17-ന് ബീഹാറിലെ സസറാമിൽ നിന്നും ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ യാത്ര 2024 ജനുവരിയിൽ നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയെയും അനുസ്മരിപ്പിക്കും വിധം തന്നെയായിരുന്നു ഇത്തവണത്തെ ബീഹാറിലെ യാത്രയും എന്നുകൂടി പറയണം. വോട്ടർ അധികാർ യാത്ര പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച യാത്രയായിരുന്നു. BJP നടത്തിയ വോട്ട് മോഷണവും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും തുറന്നു കാണിച്ച ആ കുറ്റകൃത്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര. RJD നേതാവ് തേജസ്വി യാദവും CPI-MLA നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യയും VIP നേതാവ് മുകേഷ് സാഹ്നിയും രാഹുലിനൊപ്പം യാത്രയിൽ അണിനിരുന്നതോടെ കളം നിറഞ്ഞു. മഹാസഖ്യത്തിലെ നേതാക്കൾക്കൊപ്പം തുറന്ന ജീപ്പിലായിരുന്നു രാഹുൽ ഗാന്ധി യാത്ര നടത്തിയത്. ഇത് ബീഹാറിലെ മഹാസഖ്യത്തിന്റെ ശക്തിയും സൗഹൃദവും പ്രകടമാക്കുന്ന ഒരു നീക്കമായിരുന്നു. യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, പ്രിയങ്ക ഗാന്ധി, ദീപിന്ദർ ഹൂഡ, ഹേമന്ത് സോറൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തതോടെ കോളം കളർഫുള്ളായി. ദേശീയ തലത്തിലും സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണെന്ന് വ്യക്തമാക്കുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ദേശീയ നേതാക്കളുടെ ബീഹാറിലേക്കുള്ള വരവും രാഹുലിന്റെ റാലിയിലെ സാന്നിധ്യവും വ്യക്തമാക്കിയത് ബീഹാറിന്റെ ജനം ഇളകിയെന്നതായിരുന്നു. 2 ആഴ്ചയോളം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. ഇത് സംസ്ഥാനത്തെ പ്രാദേശിക നേതാക്കൾക്കും അണികൾക്കും ഉണ്ടാക്കിയ ഊർജം ചെറുതായിരുന്നില്ല. റാലിക്ക് പിന്തുണയുമായി എത്തിയ കാണികളിൽ ഭൂരിഭാഗവും RJD, VIP, CPI-ML സഖ്യത്തിന്റെ പ്രവർത്തകരായിരുന്നു. വോട്ട് ചോർ, ഗണ്ടി ചോഡ് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ യാത്രയെ കൂടുതൽ ഊർജമുള്ളതാക്കി. ഗ്രാമീണ ജനതയുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമീപനവും യാത്രയ്ക്ക് ബീഹാറിന്റെ ഗ്രാമീണ നഗരമേഖലകളിൽ വലിയ സ്വീകാര്യത നൽകിയിരുന്നു. മാത്രമല്ല, ബീഹാറിൽ ഭൂരിപക്ഷവും പിന്നോക്ക OBC വിഭാഗത്തിൽ നിന്നും ഉള്ളവരായിരുന്നു. അവരുടെ വോട്ടാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായത്. ദളിതരും ആദിവാസികളും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം തങ്ങളുടെ സംസ്ഥാനത്ത് എത്തി തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നത് ബീഹാറിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആവേശവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 മണ്ഡലങ്ങളിൽ ഏകദേശം 19 സീറ്റുകളിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാനായത്. വോട്ടർ അധികാർ യാത്ര കടന്നു പോയതാകട്ടെ പ്രധാനമായിട്ടും കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കൂടിയായിരുന്നു. ബീഹാറിൽ സാധാരണയായിട്ട് RJD നിഴലിൽ നിൽക്കുന്ന പാർട്ടി എന്ന ഇമേജ് ആയിരുന്നു കോൺഗ്രസിന് കഴിഞ്ഞ കാലം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് അങ്ങനെയല്ല. കോൺഗ്രസ് ശക്തമായ ആശയങ്ങളും നേതാക്കളുമുള്ള പാർട്ടിയാണ് എന്ന് ബീഹാറിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ഇപ്പോഴും പ്രതീക്ഷയുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നിലയിലേക്കായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ കടന്നുവരവ്. ബീഹാറിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാൻ ഒരുങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ശ്രമം കൂടിയായിരുന്നു വോട്ടർ അധികാർ യാത്ര. ഒരിക്കൽ ആധിപത്യം പുലർത്തിയിരുന്ന സംസ്ഥാനത്ത് തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി പുനർനിർമ്മിക്കാനുള്ള ശ്രമമായിരുന്നു ആ യാത്ര എന്ന് പറയണം. ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് രാഹുലിന്റെ ഈ നീക്കം വിജയം കാണുമെന്ന് കണ്ടറിയുക തന്നെ വേണം. എന്നാൽ വോട്ടർ അധികാർ യാത്രയോടെ ബീഹാറിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കൾക്കും ഒരു പുതിയ ഊർജം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേയില്ല.